നാച്ചുറൽ ഫൈബർ കോമ്പോസിറ്റ് എന്ന് പറയുന്ന NFC കുറിച്ചാണ്. ഇതുപോലെ ഇതിൻ്റെ സ്മെല്ല് കറക്റ്റ് നമ്മുടെ വുഡ് കട്ട് ചെയ്തിട്ടിരിക്കുന്ന സ്മെല്ലാണ്. 26 കിലോ വരും. WPCയിലൊക്കെ കാണുന്നത് പോലെയുള്ള. അപ്പോൾ WPC ഇതും തമ്മിലുള്ള മെയിനായിട്ടുള്ള പ്രധാന വ്യത്യാസം എന്താ? ഇങ്ങനെ എടുക്കാൻ പറ്റും. ഹാൻഡ് ഡ്രൈൽ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. പ്രധാനമായിട്ടും വാട്ടർ പ്രൂഫ്, ടെർമൈറ്റ് പ്രൂഫ്, ഫയർ റിട്ടാർഡന്റ് ആണ്. മാർക്കറ്റിൽ ഡിഫറെന്റ് കളറാണ്. ഈ നാച്ചുറൽ ഫൈബർ കോമ്പോസിറ്റിന്റെ ഡോറുകളുണ്ട്. അതായത് 240 സെന്റിമീറ്റർ വരെ നമുക്ക് കൊടുക്കാം. സ്പെഷ്യലാണ്, എല്ലാം കസ്റ്റമൈസ്ഡ് ആണ്. നമസ്കാരം. നമ്മളെ കുറച്ച് നാൾ മുന്നേ ഏകദേശം 1 വർഷം മേളിലായിട്ടുണ്ട് ഞാൻ ഒരിക്കലും നമ്മുടെ WPC വീഡിയോ ഒക്കെ ചെയ്തതിന് ശേഷം ഓത്തൻറ്റിക് ആയിട്ട് ഒരു WPC പ്രൊഡക്റ്റ് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഡോർ ഫ്രെയിംസൊക്കെ കാണിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ മഞ്ഞളീസ് മാർക്കറ്റിങ്ങിൽ. മഞ്ഞളീസ് ഗ്രൂപ്പ് അത് നമ്മുടെ തൃശ്ശൂർ പാലിയേക്കര ടോളിന് തൊട്ട് മുന്നേ ആയിരുന്നു അവരുടെ ഓഫീസ്. ഇപ്പോഴും വന്ന് നിൽക്കുന്ന അവിടെ തന്നെയാണ്. പക്ഷേ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന ഒരു പുതിയ പ്രോഡക്റ്റാണ് NFC. അതായത് WPC എന്ന് പറഞ്ഞാൽ വുഡ് പ്ലാസ്റ്റിക് കോമ്പോസിറ്റാണ്. NFC എന്ന് പറയുന്നത് നാച്ചുറൽ ഫൈബർ കോമ്പോസിറ്റുകൾ. അങ്ങനെയുള്ളൊരു പുതിയ പ്രോഡക്റ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കേരളത്തിലൊക്കെ വളരെ ചുരുക്കം ആൾക്കാർ ഇപ്പോൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതിലേറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അതെന്താണ് അതിൻ്റെ ഗുണങ്ങൾ, അത് എങ്ങനെ ചെയ്യാം, ഏത് രീതിയിൽ ചെയ്യാം, മറ്റുള്ളതിൽ നിന്ന് എങ്ങനെ ഇത് വേറിട്ട് നിൽക്കുന്നു, അത് വെച്ച് ചെയ്താൽ എന്തൊക്കെയാണ് നമുക്ക് ഗുണം കിട്ടുക എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് നാച്ചുറൽ ഫൈബർ കോമ്പോസിറ്റ് എന്ന് പറയുന്ന NFC കുറിച്ചാണ്. ഞാൻ ജയശങ്കർ, ഹോം ആൻഡ് കമേഴ്ഷ്യൽ ഇന്ത്യൻ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവസാനിപ്പിച്ച സ്ഥലമാണ്. അതായത് WPC കൊണ്ടുള്ള ചെടിച്ചട്ടി. ഇതിപ്പോൾ ഇത്ര കാലമായിട്ട് പുറത്തിരിക്കുന്നു, ഒരു പ്രശ്നമില്ല. അന്നത് പറഞ്ഞായിരുന്നു. അപ്പോൾ വിൽസൺ ചേട്ടൻ ഇതിനായിട്ടൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമസ്കാരം. ഒരിക്കൽ കൂടി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയത് WPC ശരിയല്ലേ? ഓർമ്മയുണ്ട്. എല്ലാ പ്രോഡക്റ്റുകളും അന്ന് WPCയുടെ ഷീറ്റുകൾ, അതുപോലെ ഡോർ ഫ്രെയിംസ്, പിന്നെ അതുപോലെ ജനാലകൾ, അതിൻ്റെ ഫ്രെയിമുകൾ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അന്നുണ്ടായിരുന്നു. ഇന്നൊരു അഡീഷണൽ സാധനം വന്നിട്ടുണ്ട് അല്ലേ? നാച്ചുറൽ ഫൈബർ കോമ്പോസിറ്റ് NFC അല്ലേ? എനിക്ക് തോന്നുന്നത് വളരെ കേരളത്തിൽ ഇത് വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. വളരെ ഓതൻറ്റിക് ആയിട്ട് എല്ലാ പ്രൊഡക്റ്റും കാണിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ എന്നാൽ വിൽസൺ ചേട്ടാ ആദ്യം തന്നെ ചോദിക്കട്ടെ, ഇതിന് ഈ സ്ഥലം എനിക്ക് അന്ന് വിട്ടുപോയി. ഇത് ആമ്പല്ലൂർ റോഡാണോ? ചിമ്മിനി ഡാം റോഡ്. ഓക്കെ. ആമ്പല്ലൂർ അളഗപ്പ നഗർ. അളഗപ്പ നഗർ അതാണ് സ്ഥലം. ഓക്കെ. ഒരു ഓഫീസ് നമുക്ക് നമ്മുടെ ഇവിടെ ഇല്ല, ഹൈവേയിലുണ്ട്. മഞ്ഞളി ട്രേഡേഴ്സ് എന്ന് പറഞ്ഞത്. ഓക്കെ. പിന്നെ ഇവിടെ വേറെ ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അങ്കമാലിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വിൽസൺ ചേട്ടാ ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. NFC അതായത് ഫുൾ നമ്മുടെ WPC എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ നാച്ചുറൽ ഫൈബർ കോമ്പോസിറ്റ്. വീറ്റ് അല്ലെ ഹസ്ക്, അതാണ് ഇതിനകത്ത് വരുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇൻഗ്രീഡിയൻറ്റ് കമ്പോണൻസ് ആയിട്ട് വരുന്ന വീറ്റ് അല്ലെ ഹസ്ക് ആണ്. ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞ പോലെ കെമിക്കൽസ് എല്ലാം തന്നെ ഉണ്ട്. പക്ഷേ ഒരു ഗ്രീൻ പ്രോഡക്റ്റാണ്. ഒരു ഹാംഫുൾ അല്ലാത്ത. ഇത് ഏതൊക്കെ സൈസിൽ വരുന്നുണ്ട്? ഇത് നമ്മൾക്ക് 18 mm, 25 mm ഉണ്ട്, 18 mm ഉണ്ട്, 16 mm, 12 mm ആൻഡ് 8 mm. ഇത്രയും സൈസുകളിൽ നമ്മൾക്ക് ഇത് കിട്ടും വരുന്നത്. എനിക്ക് തോന്നുന്നത് 6 വരേണ്ട ആവശ്യമില്ല. കാര്യം അതിന് പകരം യൂസ് ചെയ്യാനായിട്ടും AVC WPC യൂസ് ചെയ്താൽ മതി. അതുകൊണ്ടായിരിക്കും ഇതിന്റെ റേറ്റ് അതുപോലെ വരുന്നതുകൊണ്ടായിരിക്കും നമ്മൾ അത് കൊടുക്കാനായിട്ടല്ലേ. ആവശ്യമുള്ളവർക്ക് എടുത്ത് കൊടുക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും. ഇനി ഇതിന്റെ ടെക്സ്ചർ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഇതിൻ്റെ സ്മെല്ല് കറക്റ്റ് നമ്മുടെ വുഡ് കട്ട് ചെയ്തിട്ടിരിക്കുന്ന സ്മെല്ലാണ്. ഞാൻ ആദ്യം വന്ന ഞാനത് പറഞ്ഞായിരുന്നു. ടെക്സ്ചർ ഒരു സർഫസ്, ഒരു മാറ്റ് സർഫസ്. ഓക്കെ. ലാമിനേഷന് വേണ്ടിയാണ് അത് ചെയ്യണം. ആ ഒരു എന്താ പറയുക, ഇതില്ലാതെ നമുക്ക് ഡയറക്റ്റ് പശ തേച്ച് പ്രസ് ചെയ്താൽ മതി. ഇതിലും നമ്മൾ ഈ പറഞ്ഞ പോലെ ഡെൻസിറ്റി എന്നാ വരുന്നുണ്ട്? ഇതിന് 0.7 ഡെൻസിറ്റി മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതിന് കുറഞ്ഞൊന്നും ചെയ്യുന്നില്ല. ഓക്കെ. അതായത് അത്രയും തിക്കാണ്, അത്രയും ഹാർഡാണ്. അതെ. കട്ട് ചെയ്യുമ്പോഴും സ്ക്രൂ ഹോൾഡിംഗ് ഒക്കെയോ നല്ല സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ളതാണ്. ഓക്കെ. എനിക്ക് തോന്നുന്നത് 30 കിലോ പെർ സ്ക്രൂ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉണ്ട്. വരുന്നുണ്ട്. റീസ്ക്രൂ ചെയ്യാം, ധൈര്യമായിട്ട് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇത് ഷീറ്റ് എന്നാ ഇതെനിക്ക് 16 mm അല്ലേ ഇരിക്കുന്നത്? ഇത് 16 mm ആണ്, അത് 18 mm ആണ്. ഇത് 18 ആണ്. 18 mm ആണ്. ഈ കാണുന്നത് 18 ആണ്, ഇത് 6 ആണ്. ഇത് എന്ത് വെയിറ്റ് വരുന്നുണ്ട്? ഇത് വെയിറ്റ് വരാണെന്ന് വെച്ചാൽ 26 കിലോ വരും. 16 mm 26 കിലോ ആണ് വരുന്നത്. ഇനി ഇപ്പം നമ്മൾ കാണുന്ന സാധനം ആ ഒരു മാറ്റ് ഫിനിഷ് എന്ന് പറഞ്ഞ സർഫസും അത് തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാലും പെട്ടെന്ന് വന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ഒരു പൊടിയൊക്കെ ഇതിൽ തെറിക്കുന്ന കാണാൻ സാധിക്കും.
ഓക്കെ. ഇതിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരു ഏകദേശ പ്രൈസ് പറയാൻ പറ്റുമോ? കസ്റ്റമർക്കുള്ള പ്രൈസ് പറഞ്ഞാൽ മതി. കസ്റ്റമർക്കുള്ള പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് 5350 റുപ്പീസാണ് ഒരു ഷീറ്റിൻ്റെ റേറ്റ്. ഓക്കെ, 5350 അല്ലേ? അതാവുമ്പോൾ 5950. 18 16 ഇത് പറഞ്ഞ രണ്ടാമത് പറഞ്ഞ് 18 അതെ അതെ. ഇതിപ്പോൾ നമ്മൾ കാണുമ്പോഴത്തേക്കും ഈ ഒരു മാറ്റ് സർഫസ് കാണുമ്പോൾ പലരും വിചാരിക്കും ഇത് മാത്രമേ ഉള്ളൂ എന്ന്. പക്ഷേ നിങ്ങൾക്ക് മാറ്റ് അല്ലാതെ ഗ്ലോസി സർഫസ് ഉണ്ട്, അല്ലെങ്കിൽ സെമി ഗ്ലോസി എന്ന് പറയാം അല്ലേ? ഫുൾ ഗ്ലോസി അല്ല, സെമി ഗ്ലോസി. നമ്മളിപ്പോൾ കാണുന്ന WPCയിലൊക്കെ കാണുന്നത് പോലെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ PVCയിലൊക്കെ കാണുന്നത് പോലെയുള്ള ആ സർഫസ്. ഓക്കെ. ഇപ്പോൾ നമ്മളിപ്പോൾ അതിൽ ലാമിനേഷനോ ഇതോ ഇട്ടിരിക്കും. ഇതിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് ഡയറക്റ്റ്, അതായത് ഫുൾ ഗ്ലോസി എന്നും പറയാൻ പറ്റത്തില്ല, ഒരു സെമി ഗ്ലോസി. അതെ അതെ. ഈ പ്രോഡക്റ്റിന് ആവശ്യം വേണ്ട സാധനം അല്ലേ? തീർച്ചയായിട്ടും. ഇത് കളർ ഇത് മാത്രമേ ഒറ്റ കളറുള്ളൂ. ഇത് വുഡ് നാച്ചുറൽ കളറാണ്. ഇതെല്ലാം മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് ഇതിൻ്റെ പോളിമേഴ്സും നാച്ചുറൽ ഫൈബറും എല്ലാം മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് ഈ കളർ വരിക. ഓക്കെ. അതുകൊണ്ട് നോർമലി ഉള്ള നാച്ചുറൽ കളറാണ്. യെസ്. ഇപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ WPC ഇതും തമ്മിലുള്ള മെയിനായിട്ടുള്ള പ്രധാന വ്യത്യാസം എന്തൊക്കെയാണ് ചേട്ടാ പറയാൻ പറ്റുന്നത്? WPCയിൽ ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ WPCയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വുഡ് ഡസ്റ്റാണ്. അതിൻ്റെ പൗഡേഴ്സാണ്, വുഡ് ഡസ്റ്റാണ്. അതിൻ്റെ അത് പെർസെൻറ്റേജ് കുറവാണ്. NFC വരുന്ന സമയത്ത് നമ്മൾ നാച്ചുറൽ ഫൈബർ, അതായത് നെല്ലിൻ്റെ ഉമി അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ ഉമി അങ്ങനെയുള്ള സാധനങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ അത് കാരണം ഇതിനെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫൈബർ കണ്ടന്റ് കൂടിയതുകൊണ്ട് റെയിൻഫോഴ്സ്മെന്റ് കൂടും. അതനുസരിച്ച് ഇതിൻ്റെ ക്വാളിറ്റിയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഡെൻസിറ്റിയും ഫ്ലോയിങ് കപ്പാസിറ്റിയും കൂടും. രണ്ടും കൂടും. യെസ്. അതായത് മറ്റൊരു പൗഡർ ആണെങ്കിൽ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഫൈബേഴ്സ് ആണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. റെയിൻഫോഴ്സ്മെന്റ് ഉണ്ടാവും. യെസ്. ഇനി ഇതിനകത്ത് ഇതിൻ്റെ സമാനതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ WPCയിൽ നമുക്ക് വാട്ടർ പ്രൂഫാണ്, ഇതും വാട്ടർ പ്രൂഫ്. WPC ടെർമൈറ്റ് പ്രൂഫാണ്, ഇതും ടെർമൈറ്റ് പ്രൂഫാണ്. ഇത് രണ്ടിനെയും ചെറുക്കുന്ന ഒരു സാധനമാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളും പറയണ്ട, ഇത് രണ്ടിനും ഏതൊക്കെയാണ് ഗുണം എന്ന് പറഞ്ഞാൽ. പിന്നെ ഇതിൽ വേറൊരു കാര്യം എന്താ വെച്ചാൽ സാറേ, ഇത് നമുക്ക് ബെൻഡ് ചെയ്തെടുക്കാം. അത് ഇരിക്കുന്നുണ്ട്. നമുക്ക് ഈ തരത്തിൽ നമ്മൾ ബ്ലോവർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും. യെസ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് സ്ട്രക്ചറിൽ വ്യത്യാസമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ബെൻഡ് ചെയ്യാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ പൗഡേഴ്സ് വരുമ്പോഴത്തേക്കും ബെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് ഫൈബർ ആയതുകൊണ്ടാണ് നമുക്ക് ബെൻഡിങ് പ്രോപ്പർട്ടി കൂടുതലുള്ളത്. എനിക്ക് തോന്നുന്നു അങ്ങനെ കുറച്ചേറെ സാധനങ്ങൾ, കുറച്ച് പോളിമേഴ്സും വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ. ഇതിലും വ്യത്യാസമുണ്ട് അല്ലേ? ഇത് നോക്കാം. അതായത് ഹാൻഡ് റെയിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട്. ഹാൻഡ് റെയിൽ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. അതുപോലെ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ സ്ക്രൂ ഹോൾഡിങ് കപ്പാസിറ്റി നോക്കുകയാണതാ, താഴേന്ന് സ്ക്രൂ ചെയ്തിരിക്കുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ പല രീതിയിൽ ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് അല്ലേ? ഇതാണ് ആ സർഫസ്, നമ്മൾ ആദ്യം കാണിച്ച സർഫസ്. അതിൻ്റെ സർഫസിൻ്റെ ഉൾഭാഗമൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ബെൻഡ് ചെയ്യാന്നുള്ളത്. അതെ തീർച്ചയായിട്ടും. ഇതാണ് ഇതിൻ്റെ പ്രൊഡക്റ്റ് നെയിം വുഡ്സി. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന ബ്രാൻഡ് വുഡ്സി എന്നുള്ള ബ്രാൻഡ് നെയിം. മറ്റൊരു കമ്പനി പേരാണ്. അങ്ങനെ ഇതിന്റെ പിന്നെ ലൈഫ് ടൈം ഗ്യാരണ്ടി ഉണ്ട്. ഇതിന് ഇതവിടെ സീലുണ്ട്. അത് ഇവിടെ നിന്ന് എടുക്കുന്നത്. അതിനകത്ത് പ്രധാനമായിട്ടും വാട്ടർ പ്രൂഫ്, ടെർമൈറ്റ് പ്രൂഫ്, ഫയർ റിട്ടാർഡന്റ് ആണ്, എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആണ്. അതുപോലെ എന്താ പറയുന്നത്, 100% റീസൈക്കിളബിൾ ആണ്, ലെഡ് ഫ്രീ ആണ്. ലെഡ് ഫ്രീ ആണ്. എല്ലാ പ്രോഡക്റ്റും ലെഡ് ഫ്രീ ആണ്. അത് ടോക്സിക് അല്ല. അതായത് ഒരു നോൺ ഹസാർഡസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അതെ തീർച്ചയായിട്ടും. അത് കൂടാതെ ലൈഫ് ടൈം വാറണ്ടിയും കമ്പനി തരുന്നുണ്ട്, അവൈലബിൾ ആണ്. യെസ്. ഇതിൽ ഞാൻ ചോദിച്ചോട്ടെ ചേട്ടാ, നമ്മുടെ ഈ മാറ്റിനും ഗ്ലോസിക്കും റേറ്റ് വ്യത്യാസമുണ്ട്? സെയിം റേറ്റ് ആണ് സാറേ, അതിനകത്ത് വ്യത്യാസങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ ഗ്ലോസിയാണ്. ഓക്കെ. ഇതിലിപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് കണ്ട് പർച്ചേസ് ചെയ്യുക. എനിക്കൊന്ന് അന്ന് ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്തു. തീർച്ചയായിട്ടും. ബാക്കിയുള്ള നമ്മളന്ന് പറഞ്ഞ സാധനങ്ങളെല്ലാം ഇല്ലേ? എല്ലാം ഉണ്ട്. ഇപ്പോഴും എല്ലാ കാര്യങ്ങളും ഉണ്ട്. WPCയുടെ ഡോർ ഫ്രെയിമുകളും മെറ്റീരിയലൊക്കെ ധാരാളം ഉണ്ട്. അത് വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കളർ തന്നെ ടോട്ടലി മാർക്കറ്റിൽ ഡിഫറെന്റ് കളറാണ്. ഒരു വുഡ് കളറാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അന്നും ഇന്നും ഒരേ മാതിരി തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് നല്ല ലുക്കായിരിക്കും. അതെ. ഇതില് നമുക്കിതിന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മുടെ ഡോർസ് നമ്മൾ കാണിച്ചിരുന്നു. ഇവിടെ കൊടുത്തിരിക്കുന്ന WPC ഡോർസ് ആണ്. ഇത് NFC ഡോർസ്. ഞാൻ അതാ ചോദിക്കാൻ. ഇത് ഈ നാച്ചുറൽ ഫൈബർ കോമ്പോസിറ്റിന്റെ ഡോറുകളുണ്ട് ധാരാളം. ഇതിനെന്ത് വെയിറ്റ് വരുന്നുണ്ട്?
ഇതിന് 34 കിലോ വരും. നല്ല വെയിറ്റ് ആട്ടോ. 34 കിലോ വരുന്നുണ്ട്. ഓ, റേറ്റ് എന്ത് വരുന്നുണ്ട് ചേട്ടാ? ഇത് 5600 വരുന്നുണ്ട്. 5600. 82 32 ഡോറിന് മാത്രം. ഇത് 6700 വരുന്നുണ്ട്. കാരണം സൈസ് വളരെ വലുതാണ്. ഏതാണ് ഇതാണല്ലേ? ഇത് NFC ആണ്. NFC-യുടെ ഇതിന്റെ വരുന്നത് 6750 വരുന്നുണ്ട്. 32 അല്ലേ? 30 അല്ലേ? ഇനി ഇത് 35ന്റെ വരുന്നുണ്ട്. ഡബിൾ ഡോർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഡബിൾ ഡോർ ഇതിലാണ് ചെയ്യണത്. ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതായിട്ട് മദ്രസൻ കോൺസെപ്റ്റ് അല്ലേ? അതെ. പിന്നെ ഇത് 8mm ആണ് NFC. 8mm NFC ആണ്. അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ധാരാളമായിട്ട്, അതായത് നിങ്ങൾ ഈ കാണുന്ന ഈ സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ഇതിപ്പോ കാർപ്പൻട്രി വർക്കുകളൊക്കെ അകത്താണ് നടക്കുന്നത്. അതെ അകത്താണ് നടക്കുന്നത്. അന്ന് പറഞ്ഞു തന്നെയല്ലേ? അതെ, അന്ന് പണ്ടേ വെച്ചിട്ടുള്ള 7 വർഷമായിട്ടുള്ള ഡോറാണ് WPC. ഇവിടെ എല്ലാം ഇവര് ചെയ്തിരിക്കുന്ന എല്ലാം WPC ഡോറാണ്. ഇത് ഇദ്ദേഹത്തിന്റെ മകനാണ് കേട്ടോ. എനിക്ക് തോന്നുന്ന അന്ന് തൊട്ടേ ഫുൾ ടൈം ഉണ്ട് ആള്. അതെ പുള്ളി വേറെ ഷോറൂമിലാണ് ഇരിക്കണത്. നമ്മുടെ ഹൈവേയിലുള്ള. അതെ NFC-യുടെ ഡോറിൽ നമുക്ക് 8 അടി വരെയുള്ള നീളമുള്ള ഡോറുകളും നമ്മൾക്ക് കിട്ടുന്നുണ്ട്. ഇത് 8 ഫീറ്റ് ആണോ? ഇത് 8 ഫീറ്റ്. പിന്നെ 240 സെന്റിമീറ്റർ വരെ നമുക്ക് കൊടുക്കാം. തീർച്ചയായിട്ടും. അതിൽ തന്നെ 36 ഇഞ്ച് വരെ വീതിയുള്ള ഡോറുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളത് എനിക്ക് തോന്നുന്നു ഇവിടെ കാർപ്പൻട്രി വർക്കുകൾ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ. അതെ ഇതൊക്കെ നോർമലി നമ്മൾ തടിയിൽ വർക്ക് ചെയ്യുന്ന കണക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെ സാർ. നമ്മുടെ ത്രെഡിന് ഏതെങ്കിലും പ്രത്യേകതയുണ്ടോ? സ്ക്രൂസിനൊക്കെ സ്ക്രൂ സ്പെഷ്യലാണ്. അത് ഇതിന് ഫുൾ ത്രെഡാണ്. ഇതിൻ്റെ ത്രെഡ് ഡെപ്തും കൂടുതലുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഇതിൻ്റെ ഹെഡ് സ്റ്റാറാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ കാർപ്പൻറ്റേഴ്സിന് യൂസ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിരിക്കും. കുറച്ചുകൂടെ പിന്നെ സ്ട്രോങ് ആയിരിക്കും തീർച്ചയായിട്ടും. പിന്നെ ഇവിടെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജനൽ വിത്ത് ഫ്രെയിം. ഇത് ഫിനിഷ് ആയതാണോ? എനിക്ക് കൊടുക്കാൻ ഫിനിഷ് കസ്റ്റമൈസ്ഡ് അല്ലേ? ഫുൾ കസ്റ്റമൈസ്ഡ് ആണ്. എല്ലാം കസ്റ്റമൈസ്ഡ് ആണ്. ഇപ്പോൾ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട് നമ്മൾ SS 304 ആണ് ജിൻഡാലിൻ്റെ. ഇനിയിപ്പോൾ അതിന് അകത്ത് സ്ക്വയർ പോളിസ്റ്ററോട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യും, കൊടുക്കാം. പട്ടയം കമ്പി ഉൾപ്പെടെ എല്ലാം കൊടുക്കാം. എല്ലാം ഏത് വേണേൽ നമുക്ക് ചെയ്യാം. ആർച്ചുകൾ ചെയ്യാം, സ്ലൈഡിംഗ് ഡോർസ് ആൻഡ് വിൻഡോസ് ചെയ്യാം. വിത്ത് ഗ്ലാസ്. പിന്നെ അതുമാതിരി തന്നെ നമുക്ക് ലൂവേഴ്സ് ചെയ്യാം. ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഫ്രഞ്ച് വിൻഡോയിലൊക്കെ കാണുന്ന ലൂവേഴ്സ് ഉണ്ടല്ലോ, അതാണ് അവിടെ ചെയ്ത് വെച്ചിരിക്കണത്. ഏതും ചെയ്തെടുക്കാം. പിന്നെ ഡോർ ഫ്രെയിമുകളെല്ലാം നമുക്ക് എപ്പോഴും റെഡി ആയിട്ട് എല്ലാ സമയവും കിട്ടും. സൈസ് ഡോറിന് ഇത്ര സൈസ് അങ്ങനെ എന്തെങ്കിലും സ്പെസിഫിക്കേഷൻ ഉണ്ടോ? ഇല്ല. ആർക്കിടെക്ട്സ് എന്താ പറയണ, ഒരു ജോയിനറി ഡീറ്റെയിൽ അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം. ജോയിനറിയിൽ വരുന്ന എന്താണോ അത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് വിൻഡോ ഷട്ടർ പ്രൊഫൈലാണ്. ഇത് നമ്മുടെ മകൻ തന്നെ ഡിസൈൻ ചെയ്തതാണ്. പുള്ളി ഡിസൈൻ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള. എനിക്ക് തോന്നുന്നു പക്ഷെ അന്ന് ഉണ്ടായിരുന്നോന്ന് എനിക്ക് ഉണ്ട്. അത് ഇത് ധാരാളം മറ്റുള്ള കമ്പനികൾ വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് എല്ലാവരും ഉണ്ടാക്കണില്ല. യൂസ് ചെയ്യാം. കോമൺ സൈസാണ്. ഇത് എന്താണ് ചേട്ടാ? ഇത് ലൂവറാണ്, ഫ്ലൂട്ടഡ് ലൂവറാണ്. ഫ്ലൂട്ടഡ് പാനൽസിന്റെ ഫ്ലൂട്ടഡ് ലൂവേഴ്സ് അല്ലേ? അപ്പോൾ ഇതെന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റീരിയറിന് വ്യാപകമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. നമ്മുടെ കമ്പനിക്ക് ഇതുണ്ട്. ഇത് പിന്നെ ഗേറ്റിലൊക്കെ വെക്കണില്ലേ, അതിന്റെ പ്ലാങ്ക്സ് ആണ്. ഇത് കമ്പനി 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 ഡിസ്ട്രിബ്യൂട്ടറാണ് നമ്മൾ. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആണ്. പിന്നെ അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് WPC അഡ്വാൻറ്റേജ് നമ്മൾ ഇപ്പം വുഡ് കട്ട് ചെയ്ത് നമ്മുടെ നാട്ടിൽ ഇപ്പം തേക്ക് മുറിക്കാൻ തന്നെ പഞ്ചായത്തിന് അനുവാദം. മുൻപ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വിൻഡോ ആണ്. SS തന്നെ പട്ടയം കമ്പിയും രീതിയിൽ ചെയ്തിട്ടുള്ള. താഴെ ഞാൻ ചോദിച്ച സാധനം പട്ടയം കമ്പിയിൽ ചെയ്തിരിക്കുന്നതായി കാണുന്നത്. ഇതിലാണെങ്കിൽ WPCയും NFC ഡോറുകളുണ്ട്. അതിൽ NFC ഡോർ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് WPC എങ്ങനെ ചെയ്യാവോ അതുപോലെ തന്നെ നമുക്ക് NFC ചെയ്യാം. പെയിന്റ് ചെയ്യാം, ലാമിനേറ്റ് ചെയ്യാവോ? ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഓരോ ഡിസൈനുകളൊക്കെ ഒന്ന് എടുത്ത് എല്ലാം ചെയ്യാൻ പറ്റും അല്ലേ? അതായത് നിങ്ങളുടെ എന്താണോ ആവശ്യം അതനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇത് എന്താണ് ചേട്ടാ? സാറേ, ഇത് ഈ ഷോവാളുകളൊക്കെ ചെയ്യുന്ന UPVCയുടെ 3D പാനൽസ് ആണ്. 3D ബോളുകൾ അല്ലേ? പിന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് ഇവിടെ ഏത് പാറ്റേൺ വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. ഏത് പാറ്റേൺ വേണമെങ്കിലും കസ്റ്റമർ പറയുന്ന ഡിസൈൻ ഏതാണോ അതിലേക്ക് നമുക്ക് ചെയ്യാം. അതുപോലെ ഇത് മദർസൺ സീരീസ് അല്ലേ? അതെ. നമുക്ക് ഇതുപോലെ തന്നെ വലിയ കട്ടലയുടെ ഫ്രെയിം കൊടുത്തേക്കുന്നു. ഇത് നമുക്ക് ഏത് സൈസിൽ വരെ കൊണ്ടുപോകാൻ പറ്റും? നമ്മൾ എല്ലാ സൈസിലും ചെയ്യാം, എടുക്കാൻ പറ്റും. പ്രത്യേകത ചെയ്യാം. നമുക്ക് എങ്ങനെയുള്ള ജോയിന്റ് ചെയ്യാനോ കാര്യങ്ങളില്ലാത്ത കാരണമാണ്. വുഡിൽ നമ്മൾ സിംഗിൾ പ്ലാന്റ് എടുത്തിട്ട് സെന്റർ കട്ട് ചെയ്ത് വീണ്ടും ജോയിന്റ് ചെയ്താൽ പറ്റും. അതിൽ സെന്ററിൽ ക്രാക്ക് വരും, ഷ്രിങ്കേജ് ഉള്ളിലേക്ക് വരാം.
WPC പോളിമർ ബേസ് ആയതുകൊണ്ട് ശൃംഗേരി വരില്ല. അത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജോയിൻ ചെയ്ത് നമുക്ക് സൈസ് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്ത് ചെയ്യാൻ പറ്റും. അതെ അതെ. ഇതെന്ത് സാധനമാണ്? ഇതും WPC തന്നെയാണ്. നമ്മൾ പ്ലാറ്റ്ഫോം പോലെ ചെയ്തേക്കുന്നു. WPCയുടെ നമ്മുടെ കയ്യിൽ ലൂവേഴ്സ് ഇട്ടിരുന്നു, സോറി റൂട്ടർ വർക്ക് ചെയ്തിരുന്നു. ഓക്കെ, വർക്ക് ചെയ്തെടുത്തിരിക്കുന്ന റൂട്ടർ വർക്ക് ചെയ്തെടുത്തേക്കാം. പ്ലെയിൻ ഷീറ്റിൽ റൂട്ടർ വർക്ക് ചെയ്തെടുത്തേക്കാം. ഓക്കെ ഓക്കെ. ഇതെനിക്ക് തോന്നുന്നത് എന്നാ പറയുന്നത്, ഇവിടെ ഒരു ജനാലയുണ്ട്. ഇത് നമ്മൾ ഇതുപോലെ WPC ചെയ്തേക്കാം. നമ്മളവിടെ കണ്ടതുപോലെ തന്നെ സ്ക്വയർ ട്യൂബിൽ സ്ക്വയർ ട്യൂബ് പൈപ്പ് വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെതെല്ലാം WPC തന്നെ അല്ലേ? ഇത് ബാത്റൂം ഡോർ അല്ലേ? അതെ, ഇത് ടോയ്ലറ്റ് ഡോറാണ്. ഇതിൽ ഡിജിറ്റൽ ഗ്ലാസ് പ്രിന്റ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ഓഹോ, പ്രിന്റ് ചെയ്ത ടോയ്ലറ്റ് ഡോർ അതും ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഇത് ലാമിനേറ്റ് ചെയ്തതാണ്. ലാമിനേഷൻ ചെയ്തിട്ടുള്ള ഡോറാണ് കൊടുക്കുന്നത്. NFC-ലായാലും WPC-യിലും ലാമിനേഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ഇതിപ്പം നമ്മുടെ മോൾഡഡ് പാനൽ ഡോർ പോലത്തെ ഡോറല്ലേ? അതെ അതെ. ഇത് WPC ആണോ? അല്ല, ഇത് WPC ആണ്. WPC-യിൽ 4 പാറ്റേൺ കിട്ടും. ഒന്ന് ഇതിപ്പോൾ 4 പാനലാണ്, ഇത് 3 പാനലാണ്, ഇത് 6 പാനലാണ്, അപ്പുറത്ത് 2 പാനലാണ്. ഈ 6 പാനലാണ് നമ്മളവിടെ പെയിന്റ് ചെയ്തിട്ട് അവിടെ ലാസ്റ്റ് വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? ഈ 6 പാനലിന്റെ ഡോറാണ് അത്. അല്ല, ഇങ്ങനെയല്ലേ നമ്മൾ കൊടുക്കുക? അതെ, ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. അതായത് പെയിന്റ് അടിക്കാതെയാണ് നിങ്ങൾക്ക് തരുന്നത്. അതെ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് പെയിന്റ് ചെയ്ത് വെക്കാം. പെയിന്റ് അടിച്ചാണ് വിടുന്നതെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയല്ല വിടുന്ന ഒരിടത്തും അങ്ങനെ തന്നെ അല്ല. ഇതെന്ത് സാധനം? ലൂവേഴ്സ് ആണ്? അത് ലൂവേഴ്സ് ആണ്. WPC-യുടെ. ഇത് എക്സ്റ്റീരിയർ വെക്കാൻ പറ്റുമോ? എക്സ്റ്റീരിയറും ഇന്റീരിയറും ചെയ്യാൻ പറ്റും. വെയിലൊന്നും അടിച്ചാൽ സംഭവിക്കില്ല. മഴയത്തിന് പ്രശ്നം അറിയാം. പ്രശ്നമില്ല. യെസ്. ചെതലരിക്കാത്ത സാധനങ്ങളാണ് യഥാർത്ഥത്തിൽ വിൽസൺ ചേട്ടൻ വർഷങ്ങളായിട്ട് ചെയ്തു പോകുന്നത്. വളരെ വർഷങ്ങളായി പോകും. അത് നിങ്ങളെ സംബന്ധിച്ചോളം ഞാൻ കുറച്ച് സർക്കാസ്റ്റിക് ആയിട്ട് ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇപ്പോൾ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ഈ പറഞ്ഞാൽ വാട്ടർ പ്രൂഫ് അല്ല. മീൻസ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങൾ, ഇപ്പോൾ തടി ആയിക്കോട്ടെ, പ്ലൈ ആയിക്കോട്ടെ, HDF MDF ആയിക്കോട്ടെ, ഇതൊന്നും വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ അല്ല. ഇതൊന്നും തന്നെ ഫയർ റിട്ടാർഡൻറ്റ് മെറ്റീരിയലും അല്ല. ഇതൊന്നും തന്നെ ടെർമൈറ്റ് പ്രൂഫും അല്ല. പക്ഷെ നമ്മുടെ പ്രോഡക്റ്റ് ടെർമൈറ്റ് പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്, ഫയർ റിട്ടാർഡൻറ്റ്. അതിപ്പം NFC ആയിക്കോട്ടെ, WPC. പിന്നെ നമ്മളൊരു കാര്യം വേറെ പ്രത്യേകം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എല്ലാം ക്വാളിഫൈഡ് ആൾക്കാരാണ്. അപ്പം നമ്മളിത് സ്റ്റഡി ചെയ്തിട്ടാണ് ചെയ്യണത്. ഇതിൻ്റെ ഓരോ ക്വാളിറ്റി നമ്മൾ ഓരോ സമയത്തും ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് CPTയുടെ ടെസ്റ്റ് ഉണ്ട്, അതുമാതിരി തന്നെ SGS-ൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഇത്തരം പ്രൊഡക്റ്റുകൾ നമ്മൾ ഇറക്കുന്നത്. എന്തെങ്കിലും ചെറിയ ഡിഫക്റ്റ് തോന്നുകയാണെങ്കിൽ അപ്പം അത് റെക്ടിഫൈ ചെയ്ത് അപ്ഡേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾക്ക് കൂടുതൽ സ്വീകാര്യത എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ല, അപ്ഡേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളത് സംശയിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, അല്ലെന്നുണ്ടെങ്കിൽ WPC കഴിഞ്ഞ് നിങ്ങൾ അടുത്തൊരു ബ്രാൻഡിലോട്ട് പോകാതെ അടുത്ത പ്രൊഡക്റ്റിലോട്ട് വരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇപ്പം WPC കഴിഞ്ഞിട്ട് അടുത്ത പ്രൊഡക്റ്റ് NFC ആണ്. NFC എനിക്ക് തോന്നുന്നു എനിക്ക് ഫസ്റ്റ് ഒരു ടെസ്റ്റിംഗ് പോയിന്റിൽ എനിക്ക് കിട്ടുന്നത് ഒരു 2 കൊല്ലം മുന്നെയാണ്. പക്ഷെ അത് പ്രൊഡക്റ്റ് സക്സസ് ആയിരുന്നെങ്കിലും ബ്രാൻഡ് കേരളത്തിനകത്ത് വന്നില്ല. എനിക്ക് തോന്നുന്നത് ഫുൾ ഫ്ലഡ്ജിൽ എന്നെ വിളിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ NFC ചെയ്യണമെന്ന് കുറച്ച് നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. സാറിന് തിരക്കാണ്, സമയക്കുറവുണ്ടെന്ന് എനിക്കറിയാം. ഹൗസ് വാമിങ്ങിനൊക്കെ തിരക്ക്. അതുകൊണ്ട് ഞാൻ കൂടുതൽ സാറിന് ബുദ്ധിമുട്ടിച്ചില്ല. വിചാരിച്ചു സാറിന് വീട് പണിയൊക്കെ കഴിയട്ടെ. എന്തായാലും എല്ലാവിധ ആശംസകളും ഉണ്ട്. താങ്ക് യു സോ മച്ച്. ഇനി സാറിന് കൂടുതൽ നല്ല കാര്യങ്ങളും നല്ല പുതിയ പ്രോഡക്റ്റുകളും കൊണ്ടുവരാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾക്കും അങ്ങനെ തന്നെ പുതിയ പ്രൊഡക്റ്റുകൾ വരണം. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, അന്ന് വന്നപ്പോഴത്തേക്ക് നമുക്ക് വിതരണത്തിന് പരിമിതികളുണ്ടായിരുന്നു. ഇപ്പം എങ്ങനെയാണോ? ഇപ്പം നമ്മൾക്ക് മാഹിയിൽ, അതുമാതിരി തിരുവനന്തപുരത്ത്, കൊല്ലത്ത് ഒക്കെ നമുക്ക് ആൾക്കാരുണ്ട്. കൂടുതൽ നമ്മുടെ മെറ്റീരിയൽ എടുത്ത് ചെയ്യുന്ന വലിയ പാർട്ടികൾ തന്നെയാണ്. പിന്നെ നമ്മൾക്ക് തന്നെ 3 ഷോറൂമുകളുണ്ട്. ഇപ്പോൾ നമ്മൾ അങ്കമാലിയിൽ ഒരു ഷോറൂം റെഡി ആയിട്ട് ഇരിക്കണം. അപ്പോൾ അങ്ങനെ എല്ലാ സ്ഥലത്തും എത്താവുന്ന. പിന്നെ ഇവിടെ തന്നെ നമ്മൾ ഡയറക്റ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്. കൂടുതലും നമ്മൾ ചെയ്യുന്നത് കസ്റ്റമേഴ്സിലേക്കാണ്. അതായത് കസ്റ്റമേഴ്സിലോട്ട് ഡയറക്റ്റ് തരും. അല്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെയും കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഓക്കെ. അപ്പോൾ എല്ലാ രീതിയിലും ഫുഡ് പ്രോഡക്റ്റ് ആയിട്ട് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ കോട്ടയം വരെയൊക്കെ ചെയ്തിട്ടുണ്ട്. അന്നത്തെ വീഡിയോ നോക്കിയാൽ കാണാം. തിരുവനന്തപുരത്തൊക്കെ നല്ല ജോബുകൾ ചെയ്തു, അല്ല ചെയ്തു കഴിഞ്ഞു. ഓക്കെ. അപ്പോൾ എന്തായാലും ഇവരുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, നേരിട്ട് വിളിക്കാം. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രോഡക്റ്റും ഇപ്പം WPC വന്നപ്പോൾ ആൾക്കാരിലോട്ട് ആ സ്വീകാര്യത കിട്ടാൻ ഒരുപാട് സമയമെടുത്തൊരു പ്രോഡക്റ്റാണ്. എനിക്ക് തോന്നുന്നു PVC-ക്ക് പോലും അത്രയും ടൈം എടുത്തിട്ടില്ല. വളരെ പെട്ടെന്ന് മാർക്കറ്റിൽ ഇറങ്ങി, അതിനുശേഷം മാർക്കറ്റിൽ പല പ്രശ്നങ്ങൾ സംഭവിച്ച് തിരിച്ചു കയറി അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷേ WPC ഒരുപാട് ടൈം എടുത്തു മാർക്കറ്റിലോട്ട്. 7 വർഷമായി ഇപ്പോൾ. അപ്പോൾ ആദ്യത്തെ ഒരു വർഷം തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സ്ട്രഗ്ലിംഗ് ഇതല്ലായിരുന്നു. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇട്ടേക്കാം, നേരിട്ട് വിളിക്കാം. വന്ന് കണ്ട് ഒന്ന് ടച്ച് ആൻഡ് ഫീൽ ചെയ്യുക, അങ്ങനെയാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും വിൽസൺ ചേട്ടാ, 2 പേർക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് താങ്ക് യു. സാർ ഇവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു തരാൻ വളരെ ഹൃദയം നിറഞ്ഞു നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.
അപ്പോൾ ഇങ്ങനെയാണ് എല്ലാ പ്രോഡക്റ്റുകളും നമ്മളെപ്പോഴും പ്രൊഡക്റ്റുകൾ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു ഫോളോ അപ്പ് പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ നിന്ന് എടുത്തിട്ടൊരു പ്രോജക്റ്റ് ചെയ്തൊരു സാധനം വരുമ്പോൾ ഞാൻ അതിൻ്റെ ഫോളോ അപ്പ് വീഡിയോ ചെയ്യാം. അത് വന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള സാധനം കിട്ടുള്ളൂ എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഫോളോ അപ്പ് വീഡിയോ വരും. ഒരാളെടുത്ത് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വർക്ക് ചെയ്തതിന് ശേഷം ഇവരുടെ തന്നെ പോയതിന് ശേഷം എൻ്റെ അടുത്ത് വിളിച്ച് വിളിച്ച് പറഞ്ഞു കഴിയുമ്പോൾ ഞാനത് പോയി ചെയ്യാം. വീണ്ടും മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ്. ഡോക്ടർ ഇന്ത്യ.